ഓർമ്മയിരിക്കട്ടെ മഞ്ജരി. കണ്ടില്ലേ ആന്റി, എന്തൊക്കെയാ അവള് പറഞ്ഞിട്ട് പോയേ? മിഥുനോടൊപ്പം പുറത്ത് കറങ്ങാനായി മനഃപൂർവ്വ അവള് കടയിൽ പോണെന്നാണ് പറഞ്ഞേ. ഇനിയിപ്പോ അതൊരു കാരണമാക്കിക്കൊണ്ട് നാളെ ഇതൊക്കെ തന്നെ അവള് തുടരും. അവളുടെ ചിറകുകൾ മുറിക്കുന്നത് വരെ എനിക്കിനി അടങ്ങിയിരിക്കാനാവില്ല. കൂൾ ഡൗൺ മഞ്ജരി, കൂൾ ഡൗൺ. ഇങ്ങനെ കൊച്ചു കൊച്ചു കറക്കങ്ങളില് മേഘനെ സന്തോഷിച്ചിട്ട് പോട്ടെ. പക്ഷെ നാളെ മിഥുനോടൊപ്പം ടർക്കിക്ക് പോവാനുള്ള അവസരം നിന്റേതാകണം. അപ്പോഴാണ് അവക്ക് വേദനിക്കാൻ പോകുന്നത്. കടലാസ് കൊണ്ട് ബാണങ്ങൾ ഉണ്ടാക്കി മേഘനെ തൊടുത്തുവിട്ട് ആനന്ദിക്കട്ടെ. നമ്മളപ്പോ ബ്രഹ്മാസ്ത്രം തന്നെ ഉപയോഗിക്കണം. മിഥുനോടൊപ്പം നീ ആ ടർക്കി ടൂറിന് പോയാ അതോടുകൂടി മേഘനയുടെ അധ്യായം അടഞ്ഞോളൂ. എക്സാക്ട്ലി ആന്റി. മേഘനയുടെ കണ്ണുനീര് കണ്ടു വേണം എനിക്കപ്പോ ആനന്ദിക്കാൻ. എന്നാൽ മാത്രമേ എന്റെ ഉള്ളിൽ കത്തുന്ന തീ അണയൂ. ഹലോ, ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്. പറയൂ സർ. ഇതാരാ, കുസുമകുമാരി മേഘനന്ദയാണോ? അതെ സർ, ഞാൻ തന്നെയാ സംസാരിക്കുന്നത്. ഓക്കെ, SI ഇപ്പോ പാസ്പോർട്ട് വെരിഫിക്കേഷന് വേണ്ടി വീട്ടിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ വീട്ടിലുണ്ടാവുമല്ലോ? വീട്ടിലുണ്ടാവും സർ. ശരി, സാർ ഇപ്പൊ പുറപ്പെടുന്നേ ഉള്ളൂ. ഓക്കെ സർ. എന്താ മേഘനെ, ഫോണിൽ ആരായിരുന്നു? എന്താ നിന്റെ മുഖം ആകെ വിളറിയല്ലോ? എന്താന്ന് പറയാച്ചാ, പാസ്പോർട്ട് വെരിഫിക്കേഷന് വേണ്ടി പോലീസുകാർ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ഓ, അത് നല്ല കാര്യമല്ലേ മേഘനെ. ഈ വെരിഫിക്കേഷൻ കഴിഞ്ഞാ നിനക്ക് നിന്റെ പാസ്പോർട്ട് കൈ കിട്ടും. അപ്പൊ പിന്നെ മിഥുനൊപ്പം ടർക്കിക്ക് പോകുന്ന കാര്യം ഉറപ്പായി. പാസ്പോർട്ട് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ പിന്നത്തെ കാര്യമില്ലേ അച്ഛാ. അതിനു മുൻപൊരു വലിയ കൊടുങ്കാറ്റ് അടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന, അതിന്ന് രക്ഷപ്പെടണം. അതിനൊരു വഴി പറഞ്ഞതാ. എന്ത് കൊടുങ്കാറ്റ്? എനിക്കൊന്നും മനസ്സിലായില്ല. സർട്ടിഫിക്കറ്റിൽ എന്റെ പേര് കുസുമകുമാരി മേഘനന്ദ എന്നാ ഉള്ളത്. പോലീസുകാര് വന്ന് കുസുമകുമാരി മേഘനന്ദ എവിടെയാണെന്ന് ചോദിച്ചാ അപ്പൊ തന്നെ മിഥുനേട്ടനും മഞ്ജരിയും എല്ലാ കാര്യങ്ങളും അറിയും. ഞാനും ഓഫീസിൽ ജോലി ചെയ്യുന്ന മേഘനന്ദയും ഒരാളാണെന്ന് അവര് മനസ്സിലാക്കി എടുക്കും അച്ഛാ. അത് ശരിയാണല്ലോ. നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് ഇതുവരെ ചിന്തിച്ചില്ല അല്ലേ? ഇനിയിപ്പോ എന്താ ചെയ്യാ? എനിക്കും അതിനെക്കുറിച്ച് ആലോചിച്ചൊരു എത്തും പിടിയും കിട്ടുന്നില്ല. വെരിഫിക്കേഷന് പോലീസുകാർ വീട്ടിലേക്ക് വരും എന്നുള്ള കാര്യം ഉറപ്പാ. പക്ഷേ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് അവരെന്റെ പേര് പറയാതിരുന്നാ മാത്രം മതി. അതിനിപ്പോ ഞാൻ എന്താ ചെയ്യാ? ഇവിടെ ആരോടെങ്കിലും ആ പേര് പറഞ്ഞാ ഇത്രയും നാള് കഷ്ടപ്പെട്ടതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായി പോവും. അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല മേഘനെ. പോലീസുകാർ വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം. എടാ സുദീപേ, ഒരു ചുക്ക് കാപ്പി ചോദിച്ചിട്ട് എത്ര നേരം ആയടാ? ഒന്ന് പെട്ടെന്നാട്ടെ. ഇപ്പൊ കൊണ്ടുവരാമേ. അരുണിമാമേ, ഇതാ കാപ്പി ചോദിച്ചില്ലേ? താങ്ക് യു. ഇത് കൊള്ളാലോ. എത്ര നേരമായി ഒരു ചുക്ക് കാപ്പി വേണമെന്ന് ഞാൻ നിന്നോട് പറയുന്നു. എന്നിട്ട് അത് നിനക്ക് ശ്രദ്ധയില്ല. അവക്കാണല്ലോ നീ കൊണ്ട് കൊടുത്തേ. അതെന്താടാ അങ്ങനെ? അയ്യോ വല്യമ്മേ, കൊറേ നേരമായില്ലേ വല്യമ്മ ചുമക്കുന്നു. ഈ സമയത്ത് കാപ്പിയല്ല വല്യമ്മയ്ക്ക് വേണ്ടേ, ടോണിക്കാ. അത് ഞാൻ ഇപ്പൊ കൊണ്ടുവന്ന് തരാം. അതൊന്നും പറ്റില്ല, എനിക്കൊരു കോഫി കൊണ്ടുവാ. എന്താ അമ്മേ, ആരോഗ്യം ശരിക്കും ശ്രദ്ധിക്കണ്ടേ? സുദീപ്, നീ ചെന്ന് ടോണിക് എടുത്തു. ആയിക്കോട്ടെ. ആന്റി, ഇതെന്താ പോലീസുകാർ ഇങ്ങോട്ടേക്ക് വരുന്നേ? ആ മേഘനെ എന്തോ ഒപ്പിച്ചിട്ടുണ്ടാവുന്നുള്ളത് ഉറപ്പാ. പോലീസുകാർ എന്റെ പേര് പറഞ്ഞ
ഓഫീസിലുള്ള മേഘനന്ദയും ഈ ഞാനും ഒരാളാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. എന്താ ചെയ്യാ? മേഘന ഈ വീട്ടിലുള്ളിടത്തോളം കാലം പോലീസുകാർ ഈ വീട്ടിൽ കയറി ഇറങ്ങിയില്ലെങ്കിലാണ് അതിശയിക്കേണ്ടേ. അല്ലെങ്കിലും നന്ദൻ ഫാമിലിയുടെ പേര് നാട്ടുകാരുടെ ഇടയിൽ നാറിക്കൊണ്ടിരിക്കുക. മഞ്ജരി, ആദ്യം പോലീസ് എന്തിനാ ഇങ്ങോട്ട് വന്നേന്നറിയട്ടെ. അതിനു മുമ്പ് എന്തിനാ ഈ വേണ്ടതിനും പറയുന്നേ? എക്സ്ക്യൂസ് മീ സാർ. ഹായ് സാർ, എന്താ കാര്യം? പാസ്പോർട്ട് വെരിഫിക്കേഷന് വന്നതാ. ഓ, പാസ്പോർട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലേ? ഇതിപ്പോ ഒരു റൊട്ടീൻ എൻക്വയറി മാത്രമാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇറ്റ്സ് ഓക്കെ സാർ. പേര് രമേശ. ആ പേപ്പേഴ്സ് എടുത്തേ. ഇവിടെ കുസുമം എന്താ പറ്റി? എന്ത് പറ്റിയടാ? നോക്കട്ടെ. പതുക്കെ. വാ ഡാഡ്, ഇവിടെ ഇരിക്ക്. What happened, Dad? Are you okay? ചേട്ടാ, എന്താ പെട്ടെന്ന് പറ്റി? ഒന്നുമില്ല രണിമേ, അറിയാതെ കൈതട്ടി ആ ഫ്ലവർ ബേസിന്റെ കാലേ വീണതാ. ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ അച്ഛാ? നല്ലോണം വേദനിക്കുന്നുണ്ടോ? ഓയിന്റ്മെന്റ് പുരട്ടി തരട്ടെ? എനിക്ക് കുഴപ്പമൊന്നുമില്ല മോളെ. എത്ര നേരം എന്ന് വെച്ചാ പോലീസുകാർ അവിടെ വെയിറ്റ് ചെയ്യാ. നീ ചെല്ല്, അതെന്താന്ന് വെച്ചാ നോക്കിട്ട് വാ. അത് ശരി, അച്ഛനപ്പം മനഃപൂർവ്വം ഒരു നാടകം കളിച്ചതാണല്ലേ? എന്നാ ആയിക്കോട്ടെ അച്ഛാ. ഡാഡ്, കുഴപ്പമൊന്നുമില്ല. ഇവിടെ കുസുമകുമാരി മേഘനന്ദ ആരാ? മാഡം ചോദിച്ചു കേട്ടില്ലേ? ഞാൻ തന്നെയാ. നിങ്ങളുടെ ആധാർ കാർഡ് കൊണ്ടുവരൂ. ഒരു മിനിറ്റ് സാർ, ഇപ്പൊ കൊണ്ടുവരാം. താങ്ക് യു സോ മച്ച് കുസുമകുമാരി മേഘനന്ദ. ചേട്ടാ, ഇങ്ങനെ ഒരു കാര്യം എത്ര തവണയാ കുസുമകുമാരി മേഘനന്ദ എന്നും പറഞ്ഞ അവളുടെ പേരിങ്ങനെ ലേലം വിളിക്കുന്നത്. എല്ലാം ഓക്കെയാണ് കുസുമകുമാരി മേഘനന്ദ. ദേ പിന്നെ വിളിച്ചു. എന്തായാലും എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞല്ലോ, മതി. വെരിഫിക്കേഷൻ കഴിഞ്ഞെന്ന് തോന്നുന്നു. ഡാഡ്, ഒരുപാട് വേദനിക്കുന്നുണ്ടോ? ഇപ്പൊ വലിയ കുഴപ്പമില്ലെന്നാണ് തോന്നുന്നേ. ഇപ്പൊ ഒരുപാട് കുറവുണ്ട്. ശരിക്കും കുഴപ്പമൊന്നുമില്ലല്ലോ? ആർ യു ഷുവർ? പറഞ്ഞില്ലടാ, വേദനയൊക്കെ പമ്പ കടന്നു. ഇവിടെ ഒരു സൈൻ ചെയ്തോളൂ. ഇത്രയും നേരം വേദന കൊണ്ട് പൊളയുമായിരുന്നു, ഇപ്പത്തേ നിനക്ക് വേദന പോയെന്നോ? എന്തെന്നാടാ നീ പറയുന്നേ? അതൊക്കെ അങ്ങനെയാമേ, ചില നേരത്തെ വേദന അങ്ങനെയാ. ചുമ്മാ തന്നെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യല്ലേ.
എനിക്ക് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാ. ഉം. അതിരിക്കട്ടെ, നിങ്ങളുടെ ഭർത്താവിന്റെ പേരെന്താ? മിഥുൻ നന്ദൻ. മിഥുനേട്ടാ, ഒന്നിങ്ങോട്ട് വരുമോ? പറയൂ സാർ. ഇവര് നിങ്ങളുടെ ഭാര്യനെയല്ലേ? എന്താ മിഥുൻ നന്ദൻ മിണ്ടാതിരിക്കുന്നേ? ഇത് നിങ്ങളുടെ ഭാര്യയാണോന്ന്? അതെ സാർ. മേഘന എന്റെ ഭാര്യ. ഞങ്ങൾക്ക് ഒരു ഫോറിൻ ട്രിപ്പ് ഉണ്ട്. അതിനുവേണ്ടി പെട്ടെന്ന് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തേ. താങ്ക് യു സർ. താങ്ക് യു മാഡം. ഓക്കെ സർ. ഇവൻ ഇത് എന്തിന്റെ കേടാ? കളയാൻ വെച്ചിരിക്കുന്ന സാധനത്തിനെ ഭാര്യയാണെന്ന് പോലീസുകാരന്റെ മുൻപിൽ എഴുന്നള്ളിച്ചിരിക്കുന്നു. വട്ടാം ഇതിന്. എനിക്ക് ഫോൺ ചെയ്തത് ഞാൻ തന്നെയാ. എന്റെ ഫ്രണ്ടിന്റെ ക്ലോസ് ഫ്രണ്ട് ആണല്ലേ നിങ്ങൾ? അതെ മാഡം. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? ഒന്നുമില്ല. പാസ്പോർട്ട് വെരിഫിക്കേഷൻ വന്നിരുന്നില്ലേ? ആ പാസ്പോർട്ട് വെരിഫിക്കേഷൻ റിജക്റ്റ് ചെയ്യണം. പറയുന്നത്ര എളുപ്പത്തിൽ അത് റിജക്ട് ചെയ്യാൻ പറ്റില്ല മാഡം. അതിന് വേറെയും ഒത്തിരി പ്രോസസ് ഉണ്ട്. അതിന് തക്ക കാരണങ്ങളും കാണിക്കണം. ഒരുപാട് സ്ഥലത്ത് മാനിപ്പുലേഷൻസും കാണിക്കണം. ചുമ്മാതെ കാശ് കിട്ടില്ലെന്ന് അറിയാലോ സാറേ. കാശ് വേണമെന്നുള്ളത് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞതാണെന്ന് മനസ്സിലായി. ഒരു മിനിറ്റ് നിക്ക് സർ. ഇത് കിട്ടിയ ഏത് മാനിപ്പുലേഷനും എളുപ്പമാവുമല്ലോ. അസംഭവ്യമായതെല്ലാം സംഭവ്യമാക്കാം. വാങ്ങിച്ചോ. നോട്ട് കിട്ടി കണ്ടതിന് ശേഷവും സത്യസന്ധത ഓർമ്മ വരുന്നുണ്ടോ? എന്നല്ല മാഡം, പ്രോസസ് വെരിഫിക്കേഷൻ വരെ എത്തിയതല്ലേ. വെരിഫിക്കേഷനിലും എല്ലാം കറക്റ്റ് ആണെന്ന് മനസ്സിലായി. ഇങ്ങനെ ഒരു സമയത്ത് റിജക്ട് ചെയ്യാന്ന് പറഞ്ഞാ അത് കുറച്ച് പാടാ. അതുകൊണ്ടല്ലേ ആ കഷ്ടം എളുപ്പമാക്കാൻ വേണ്ടി ഈ കെട്ട് തരുന്നത്. പണി കഴിഞ്ഞ് ഇതിലും കൂടുതൽ തരാം. ദാ ഇത് വെച്ചോ. ഇനി എന്താ നിങ്ങൾ ഇങ്ങനെ മടിച്ചു നിൽക്കുന്നേ? എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഈ വെരിഫിക്കേഷനിലാ ചെയ്യാൻ പറ്റൂ. എല്ലാം കൃത്യമാവുമ്പോ എന്ത് മാനിപ്പുലേഷനാ ചെയ്യാൻ പറ്റുകയെന്ന് ആലോചിക്കായിരുന്നു. ആലോചിച്ചു നോക്ക്. മാർഗങ്ങളും അവസരങ്ങളും നിഷ്പ്രയാസം നമ്മുടെ കൺമുന്നിൽ തെളിഞ്ഞു വരും. എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ ഉറപ്പായും ഉണ്ടാവും. ഞാനൊന്ന് പറയാം, അത് ഫോളോ ചെയ്താൽ മതി. അപ്പോ എല്ലാം എളുപ്പമായി തീരും. എന്താ മേഡം അത്? അടിപൊളി ഐഡിയ ആണല്ലോ മാഡം. ഒരു തവണ കാലുവാരി നിലത്തിടണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ കാലി പിടിക്കാനുള്ള വഴിയും വാരാനുള്ള ശക്തിയും നമുക്ക് കിട്ടും. ഞാൻ പറഞ്ഞ പോലെ ചെയ്തു നോക്ക്. ഓക്കെ മാഡം. കോൺസ്റ്റബിൾ, കം ഓൺ. പാസ്പോർട്ട് കിട്ടും, ടർക്കിയിലേക്ക് പറക്കാൻ പറ്റുമെന്ന് ഓർത്ത് മേഘന ഇപ്പോഴേ പറക്കാൻ തുടങ്ങിയിരിക്കുക. പാവം. ആ പാസ്പോർട്ടിന്റെ കഥ ഇവിടെ തീർന്നു അവളെ എവിടുന്ന് അറിയാൻ. മഞ്ജരി,
ഇത്രയ്ക്ക് സന്തോഷിക്കുന്ന ഒരു വിഷയം കിട്ടിയിട്ട് നിനക്കെന്തു പറ്റി? നിന്റെ ഏതോ കപ്പല് മുങ്ങിയതുപോലെ വളരെ സീരിയസ് ആയിട്ട് നിൽക്കുന്നു. അതെല്ലാം നന്നായിട്ടുണ്ട് ആന്റി. കുറച്ചു മുമ്പ് മേഘന എന്റെ ഭാര്യയാണ്, ഞാൻ താലി കെട്ടിയതാണെന്നൊക്കെ മിഥുൻ ഉരുകി ഉരുകി പറയുന്നുണ്ടായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓ മഞ്ജരി, നീ ഇപ്പൊ ചിന്തിക്കേണ്ടതെല്ലാം മേഘനയുടെ ഇത്തരം കൊച്ചു കൊച്ചു വിജയങ്ങളെ കുറിച്ചല്ല. നീ ഇപ്പൊ അവളുടെ മുമ്പിൽ വിജയിക്കാൻ പോകുന്ന വലിയ വിജയത്തെ കുറിച്ചാ. അവിടെ ചെന്നതിന് ശേഷം മിഥുനെ എങ്ങനെ നിന്റെ വശത്താക്കണം എന്നുള്ളതിനെ കുറിച്ചാ. അണ്ടർസ്റ്റാൻഡ്? കം ലെറ്റ്സ് ഗോ. ഈശ്വരാ, മിഥുനേട്ടനെ രക്ഷിക്കാൻ വേണ്ടി 2 അവതാരം എടുക്കേണ്ടി വന്നിരിക്ക. 2 രീതിയിൽ ജീവിക്കേണ്ട അവസ്ഥയാ. എന്തായാലും മിഥുനേട്ടനെ രക്ഷിക്കണമെങ്കിൽ ഇതല്ലാതെ എനിക്ക് വേറെ വഴിയൊന്നുമില്ലല്ലോ. അയ്യോ, അച്ഛനായിരുന്നോ? ഞാൻ പേടിച്ചു പോയി. വേറെ ആരും ആണെന്ന് കരുതി നെഞ്ചു പെടഞ്ഞു പോയി. ഈ വീട്ടില് അത്രയ്ക്കൊരു ശ്രദ്ധയൊക്കെ ഉള്ളത് നല്ലതാ മേഘനെ. എന്തായാലും എന്താ, പാസ്പോർട്ട് വെരിഫിക്കേഷൻ കഴിഞ്ഞ് കിട്ടിയല്ലോ. ഇനി അത് കൈ കിട്ടേണ്ട താമസം. മിഥുനൊപ്പം ഇനി ഒരു ദൂരയാത്രയ്ക്ക് ഇനി യാതൊരു തടസ്സങ്ങളും ഇല്ല. മിഥുന് യാതൊരുവിധ ആപത്തും കൂടാതെ നിനക്ക് രക്ഷിക്കാൻ കഴിയും. അത് ശരിയാണ് അച്ഛാ. യഥാർത്ഥത്തിൽ അച്ഛനോടാ ഞാൻ താങ്ക്സ് പറയണ്ടേ. പോലീസുകാരി വന്നപ്പോ സമയോചിതമായി പെരുമാറിയത് അച്ഛനല്ലേ? മറിച്ചാണെങ്കിൽ മേഘനയാണ് മേഘനന്ദ എന്ന് എല്ലാവരും മനസ്സിലാക്കിയേനെ. ഇപ്പൊ ഇവിടെ ഒരു മഹാപ്രളയം തന്നെ ഉണ്ടാവുമായിരുന്നു. എന്തോ ആ സമയത്ത് ദൈവമായിട്ട് എന്റെ മനസ്സിൽ അങ്ങനെ തോന്നിപ്പിച്ചതാ. ആ അതിരിക്കട്ടെ, നിനക്ക് ഓഫീസിൽ പോകാൻ സമയല്ലേ? പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്. പോയിട്ട് വരാച്ചാ. ശരി. ഹലോ മാഡം, ഞാൻ സേട്ടിന്റെ അസിസ്റ്റന്റാ സംസാരിക്കുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് നെക്ലേസിന് ഓർഡർ ചെയ്തിരുന്നില്ലേ? അതിപ്പോ റെഡിയാ, എടുത്തോണ്ട് വരട്ടെ? ശരി, എന്നാ എടുത്തോണ്ട് വന്നോളൂ. പക്ഷേ വീടിന് പുറത്ത് വന്നിട്ട് ഫോൺ ചെയ്യ്, വീട്ടിലേക്ക് വരണ്ട. ഓക്കെ മാഡം. ആരുടിമോ മാലിനി, നീ ആ നെക്ലസും കയ്യിൽ വെച്ചോണ്ടല്ലേ ഈ കളിയൊക്കെ കളിക്കുന്നേ. അപ്പൊ അതിന് ഞാനൊരു ഡ്യൂപ്ലിക്കേറ്റ് റെഡിയാക്കിയിട്ടുണ്ട്. ആ നെക്ലസ് ഒന്ന് തൊടാൻ പോലും എനിക്ക് യോഗ്യത ഇല്ലെന്നല്ലേ പറഞ്ഞത്. ഇനിയിപ്പൊ അത് എന്റെ കഴുത്തിലിരിക്കും. മേഘനെ, നീ ഓഫീസിലേക്ക് പുറപ്പെട്ടോ? അതേ മിഥുനേട്ടാ. അങ്ങനെയാണെങ്കിൽ ഞാൻ പോകുന്ന വഴിക്ക് നിന്നെ വേണമെങ്കിൽ ഡ്രോപ്പ് ചെയ്യാം. എൻ്റെ കൂടെ പോരെ? മിഥുനേട്ടന്റെ കൂടെ പോയാ എല്ലാം അവിടെ തീരും. മേഘനയും മേഘനന്ദയും ഒരാളാണെന്ന് കണ്ടുപിടിക്കും. എന്താ ഇപ്പൊ ചെയ്യാ? മേഘന എന്താ ഇത്ര ആലോചിക്കുന്നേ? പെട്ടെന്ന് വാ. മിഥുനേട്ടാ, ഏട്ടൻ പോയിക്കോളൂ. ഞാനൊരു ഓട്ടോ പിടിച്ചിട്ട് വന്നോളാം. എന്താ, ഞാൻ ഡ്രോപ്പ് ചെയ്ത കുഴപ്പമുണ്ടോ? ഓ, ഞാൻ ഡ്രോപ്പ് ചെയ്താ നിന്റെ കമ്പനി ഏതാണെന്ന് ഞാൻ മനസ്സിലാക്കുമല്ലോ അല്ലേ? എന്നാ ആ കമ്പനിയുടെ അടുത്തെവിടെയെങ്കിലും ആയിട്ട് ഞാൻ ഡ്രോപ്പ് ചെയ്തോളാം. വാ. അത് മിഥുനേട്ടാ, അതിപ്പോ അത് ഞാൻ മിഥുൻ, അവളുടെ ഓഫീസിൽ മേഘന ആരാണെന്നോ ഏതു കുടുംബത്തിലെ വ്യക്തിയാണെന്നോ ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇപ്പൊ നീ ചെന്ന അവളുടെ വർക്ക് അറ്റ്മോസ്ഫിയർ എല്ലാം മൊത്തം മാറിപ്പോവും. അതെന്താ അങ്ങനെ ഡാഡ്? മേഘന നന്ദൻ കുടുംബത്തിലെ മരുമോളാണെന്ന് അവിടെയുള്ളവർക്ക് മനസ്സിലായ അത്രയും വലിയ വീട്ടിലെ മരുമോൾക്ക് ഇങ്ങനൊരു ജോലി എന്തിനാണെന്നും ശമ്പളത്തിന് ഇതിന് പണിയെടുക്കുന്നു ഒക്കെ പുതിയ പുതിയ ചോദ്യങ്ങൾ ഉണ്ടാവില്ലേ മിഥുൻ? അതിന് ഉത്തരം പറയാനും പറ്റാണ്ട് അവിടെ തുടരാനും ആകാണ്ട് മേഘന ആകെ ധർമ്മസങ്കടത്തിലാകും. അവൾക്കുള്ള തലവേദന തന്നെ പോരെ ഇനി നമ്മളായിട്ട് ഇതിന് ഒരു പുതിയ തലവേദന ഉണ്ടാക്കി വെക്കുന്നത്? നീ കാറിൽ വയ്ക്കോ, അവൾ എന്നും പോകുന്ന പോലെ ഓട്ടോയിൽ തന്നെ വയ്ക്കോളൂ. ശരി ഡാഡ്. ഒന്ന് സഹായിക്കാന്ന് വിചാരിച്ചപ്പം അതിൽ ഇത്രയേറെ പ്രശ്നങ്ങളുണ്ടെന്ന് വിചാരിച്ചില്ല. ശരി, എന്നാ ഞാൻ ഇറങ്ങുക. ബൈ. ശരി. വലിയ ഉപകാരം അച്ഛാ. ഓ എന്റെ അമ്മോ, നമ്മുടെ വീട് ഇപ്പൊ ഏണിയും പാമ്പും കളി പോലെ ആയിരിക്കുക.
എപ്പോഴേത് പാമ്പിന്റെ വായിലേക്ക് ചെന്ന് വീഴുമെന്നറിയാണ്ട് പേടിച്ച് കഴിയേണ്ട അവസ്ഥയാ. അതൊന്നും സാരമില്ല അച്ഛാ. സാഹചര്യങ്ങൾ പാമ്പ് പോലെ എത്തിയാലും അച്ഛൻ സംയോജിതമായി കരുക്കളൊക്കെ നീക്കുന്നുണ്ടല്ലോ. അത് ചെയ്യാണ്ട് നിവർത്തിയില്ലല്ലോ. അല്ലെങ്കിലേ ഇവരെയെല്ലാം കടന്ന് നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ പറ്റുമോ? ആ ശരിയെന്നാ, സമയാകുന്നു. നീ ഓഫീസിലേക്ക് അല്ലേ? ഉം. ഹലോ മാഡം, ഞാൻ വീടിന് പുറത്ത് വന്ന് നിൽപ്പുണ്ട്. അവിടെ തന്നെ നിൽക്ക്, ഞാൻ അങ്ങോട്ട് വരാം. അകത്തേക്ക് വരണ്ട. ഓക്കെ മാഡം. ഇതാ മാഡം, മാഡം പറഞ്ഞ ഡ്യൂപ്ലിക്കേറ്റ് നെക്ലേസ്. ഞാൻ കാണിച്ച നെക്ലസിന്റെ മോഡലിനും ഇതിനും തമ്മിൽ യാതൊരു മാറ്റമില്ലല്ലോ. ആ ഒറിജിനൽ നെക്ലസ് പോലെ തന്നെയല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനും ഇതിനും ഒരു വ്യത്യാസമില്ല മാഡം. എത്രയോ കാലങ്ങളായി ഉപയോഗിക്കുന്നവർക്ക് പോലും ഇത് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ശരി മാഡം, ഞാൻ പോട്ടെ. ഓക്കെ. ഇത് കൈ കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ചിലരുടെ അഹങ്കാരത്തിന്റെ കൊമ്പൊടിക്കാൻ എനിക്കിത് വേണ്ടി വരും. ആരുടെയും യക്ഷിയുടെ സിംഹാസനത്തിന് ഇളക്കം തട്ടാൻ ഈ ചെറിയൊരാണി മതി. ചെറിയമ്മേ, എന്താ മേഘനെ? ഇവിടെ എന്തെന്നെ തിന്നുന്ന പോലെ നോക്കുന്നേ? ഈശ്വര, എല്ലാം കേട്ടോ? അതോ ഇതെന്താണെന്ന് അവക്ക് മനസ്സിലായോ? എന്താ മേഘനെ അങ്ങനെ നോക്കുന്നേ? എന്താ ചെറിയമ്മ ഞാൻ കാണാതെ ഒളിപ്പിക്കാൻ നോക്കുന്നേ? ഇവളുടെ കരിങ്കണ്ണ നെക്ലേസിൽ തന്നെയാണല്ലോ തടഞ്ഞത്. ചെറിയമ്മയോടാ ചോദിച്ചേ. ഞാൻ എന്ത് ഒളിപ്പിക്കാനാ? അതിന്റെ ആവശ്യമൊന്നും എനിക്കില്ല. അതൊക്കെ പോട്ടെ, അതിന്റെ കാര്യമൊക്കെ പിന്നെ നോക്കാം. എന്താ ചെറിയമ്മയ്ക്കൊരു ടെൻഷൻ പോലെ? വാക്കുകൾക്ക് വല്ലാത്ത വിക്കലുണ്ടല്ലോ. ഞാൻ ടെൻഷൻ ആവുന്നുണ്ടെന്നോ? അയ്യോടാ, നിനക്ക് അങ്ങനെയാണോ തോന്നിയേ? ഒന്നുമില്ല, ഞാൻ വളരെ നോർമലാണ് മേഘനെ. ഒരു ഡെലിവറി വന്നപ്പോ വാങ്ങിക്കാൻ വേണ്ടി വന്നതാ. സമയത്ത് കിട്ടാത്തോണ്ട് അവനെ 2 പറയുകയും ചെയ്തു. ആ നേരത്താണ് നീ കടന്നു വന്നത്. അതുകൊണ്ടാവും നിനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്. ശരിയെന്നാ. ചെറിയമ്മയിൽ എന്തോ ഒരു പന്തികേടുണ്ടല്ലോ. ആള് നിന്ന് വട്ടം കറങ്ങായിരുന്നു എന്റെ മുന്നില്. എന്തായിരിക്കും അതിന്റെ പിന്നിലെ കാര്യം? ആർക്കറിയാം? താങ്ക് ഗോഡ്, മേഘനെ ഒന്നും കണ്ടിട്ടുമില്ല, ഒന്നും കേട്ടിട്ടുമില്ല. പക്ഷേ അവളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. സന്ദർഭം ഒത്തുവരുമ്പോ ആരുടെയും യക്ഷിയുടെ അഹങ്കാരത്തിന്റെ പ്രതീകമായ ആ ഒറിജിനൽ നെക്ലസിന്റെ സ്ഥാനത്ത് ഈ ഡ്യൂപ്ലിക്കേറ്റ് മാറ്റിവെക്കണം. ഹലോ ഹലോ മിസ്റ്റർ മിഥുൻ,
പറയൂ സാർ. ഞങ്ങൾ അയച്ചു തന്ന ഫയലുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഇതുവരെ കിട്ടിയില്ലല്ലോ സർ. ഇന്നതിന്റെ ഡെഡ് ലൈനാ. അത് എത്രയും പെട്ടെന്നൊന്ന് അയച്ചു തന്നാൽ നന്നായിരുന്നു. ഷുവർ സാർ, ഉടനെ അയക്കാം. പറയൂ മിഥുൻ സർ. ഒന്ന് മേഘനന്ദയോട് എന്റെ ക്യാബിനിലേക്ക് വരാൻ പറ. മേഘനന്ദ ഇതുവരെ എത്തിയിട്ടില്ല സർ. വാട്ട്? ഇതുവരെ എത്തിയില്ലെന്നോ? അതെ സർ. ശരി. ഹലോ, ഹലോ മേഘനന്ദ, താനെന്താ ഓഫീസിൽ വരാത്തെ? വന്നോണ്ടിരിക്കുക സർ. അങ്ങോട്ട് വരുന്ന വഴി തന്നെയാ. ആ ശരി, പെട്ടെന്ന് ഓഫീസിലേക്ക് വന്ന് നിന്റെ ടേബിളിൽ വെച്ചിരിക്കുന്ന ഫയൽ ഒന്ന് സ്റ്റഡി ചെയ്യണം. എന്നിട്ട് ആ റിപ്പോർട്ട് ഒന്ന് റെഡിയാക്കണം. വളരെ അർജന്റാ, ക്ലയൻസ് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. ആയിക്കോട്ടെ സർ, ഞാൻ ഇപ്പൊ എത്തിക്കോളാം.